അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സൈത്തൂൻ ബീവിയും ഫർസാനയും അതാ സൈഫ് അറബിയും അവരുടെ കൊട്ടാരത്തിലെത്തി. ആദ്യമേ ഉമ്മയുടെ അരികിലേക്കെത്തി. മോനെ, ഉമ്മ, എല്ലാം റാഹത്തായി കഴിഞ്ഞു മോനെ. എന്തായാലും വളരെ ഭാഗ്യമായി പോയി. അപ്പോഴേക്കും അതാ സൈത്തൂൻ ബീവി കുഞ്ഞിനെയും കൊണ്ട് ഉമ്മയുടെ അരികിലെത്തി. ഉമ്മയുടെ മടിയിൽ കുഞ്ഞിനെ വെച്ചു കൊടുത്തു. ആ കുഞ്ഞിനെ ഒരുപാട് ആ ഉമ്മ ചുംബിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഈ കൊട്ടാരത്തിൻ്റെ അവകാശിയായിട്ട് ആണ് എൻ്റെ കുഞ്ഞുള്ളത്. ഒരു നിമിഷം അത് സൈഫ് അറബി കേട്ടു. റബ്ബേ, അല്ലാ, റഹ്മാനെ, സന്തോഷമേ ഉള്ളൂ. പക്ഷേ എൻ്റെ പാവം ഉമ്മയെയും ഞാൻ ചതിക്കുകയാണെന്നറിഞ്ഞാൽ പടച്ച റബ്ബെന്നെ വെറുതെ വിടുമോ? എന്തൊക്കെ തന്നെയാലും വേണ്ടില്ല. അതിനു മുമ്പായിട്ട് എൻ്റെ ഉമ്മയുടെയും എൻ്റെ സൈത്തൂൻ ബീവിയുടെയും എൻ്റെയുമൊക്കെ ആയുസ് തീരുന്നതിന് മുമ്പായിട്ട് റഹ്മാനെ, എൻ്റെ രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞിനെ ഇവിടെ ഇവിടെ ജന്മം നൽകാൻ കഴിയണം ഫർസാനക്ക്. അതെ, അന്ന് ഉമ്മയോട് അല്പം കുശലാന്വേഷണങ്ങളെല്ലാം നടത്തി ഉമ്മയെ ഗാർഡനിലെല്ലാം കൊണ്ടുപോയി തൻ്റെ പൊന്നുമോൻ. അല്ലെങ്കിലും അറബിക്ക് ഉമ്മ എന്ന് വെച്ചാൽ അത് വല്ലാത്തൊരു ജീവനായിരുന്നു. ആ ഉമ്മയോടൊപ്പം കുറേ സമയം ചെലവഴിക്കും. ആ പൂന്തോട്ടത്തിലൂടെ ഉമ്മയെ വീൽ ചെയറിലിരുത്തി കൊണ്ടുപോകും. അത് ഉമ്മക്ക് വലിയ ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. എന്നാൽ നമ്മുടെ അറബിക്ക് ടൈമില്ലാത്ത സമയത്ത് ശരിക്കും അവർക്ക് വിഷമമാണ്. എന്നാൽ ആ സമയത്ത് നമ്മുടെ സൈത്തൂൻ ബീവി അതിനു വേണ്ടി ഇറങ്ങും. അതെ, തൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ സൈത്തൂൻ ബീവി ഉമ്മയെ നല്ല രീതിയിൽ സംരക്ഷിക്കും, നോക്കും. ഉമ്മയെ നല്ല രീതിയിൽ സന്തോഷിപ്പിക്കും. അതെ, പൂക്കളുടെയും ചെടികളുടെയും ഇടയിലൂടെ ആ വീൽ ചെയർ തള്ളിക്കൊണ്ടു പോകുമ്പോൾ ആ ഉമ്മാക്ക് ഓരോ കഥകൾ പറഞ്ഞു കൊടുക്കും. അത്രക്കും പ്രിയപ്പെട്ടവളായിരുന്നു സൈത്തൂൻ ബീവി ആ ഉമ്മാക്ക്. അന്ന് ഏകദേശം രാത്രിയായി തുടങ്ങുന്നു. ഫർസാന മോളെ, സൈത്തൂൻ ബീവി വിളിച്ചു. ആ, ഇന്ന മോളെ, പാല് ഇത് കൊണ്ടുപോയി കൊടുക്കൂ. ആ, പിന്നെ സൈഫ് അറബി ഇപ്പോൾ വരും. ശരിക്കും സൈത്തൂൻ ബീവിയുടെ ആ ഒരു പെരുമാറ്റം, ബീവി ഇന്ന് അങ്ങയുടെ ദിവസമല്ലേ മോളെ? ആര് പറഞ്ഞു? അതെ, ഇന്ന് അങ്ങയുടെ ദിവസമാണല്ലോ. എൻ്റെ പ്രിയപ്പെട്ട ഫർസാന, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, നീ ചെറുപ്പമാണ്, സുന്ദരിയാണ്, പ്രസവിക്കാൻ കഴിവുള്ളവളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ദിവസത്തിൽ പലതും ഞാൻ നിനക്ക് വേണ്ടി നൽകുകയാണ്. എന്നാൽ ഇന്ന് നിനക്ക് വേണ്ടി ഞാൻ സൈഫ് അറബിയെ നൽകുന്നു. ശരിക്കും ഫർസാന കരഞ്ഞു പോയി. റബ്ബേ, ഇത്രക്കും നല്ലൊരു ബീവിയെ കിട്ടിയതും വലിയ ഭാഗ്യം. എന്നാൽ അന്ന് ഫ്രഷായിട്ട് നേരെ സൈഫ് അറബി സൈത്തൂൻ ബീവിയുടെ ബെഡിലേക്ക് കയറി കിടന്നു. മാഷാ അല്ലാഹ്. ഒരു നിമിഷം സൈത്തൂൻ ബീവി റൂമിലേക്ക് ചെന്നപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് തൻ്റെ ബെഡിൽ കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. യാ സൈഫ്, ബീവി വന്നോ? എന്താ ലേറ്റായോ? അത് ഞാൻ എവിടെയായിരുന്നു? നീയും ഫർസാനും സംസാരിച്ചിരിക്കുകയായിരിക്കുമല്ലേ? അത് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവേ, അതായത് എനിക്ക് ഇങ്ങോട്ടൊരു കാര്യം പറയാനുണ്ട്. സൈഫ് അറബിയുടെ മുടിയിഴകളിൽ തലോടിക്കൊണ്ട് സൈത്തൂൻ ബീവി പറഞ്ഞു. എന്നാൽ ആ നിമിഷം തന്നെ സൈത്തൂൻ ബീവിയുടെ മടിയിലേക്ക് തല വെച്ചുകൊണ്ട് നമ്മുടെ സൈഫ് അറബി കിടക്കുന്നു. എന്താ എൻ്റെ ബീവിക്ക് എന്താ എന്നോട് പറയാനുള്ളത്? അതെ, എൻ്റെ പ്രിയപ്പെട്ട സൈഫ്, ഞാൻ പറയൂ. ഞാൻ ഇന്നത്തെ ദിവസം ഞാൻ ഫർസാനയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നു. ഒരു നിമിഷം സൈഫ് അറബി സൈത്തൂൻ്റെ മുഖത്തേക്ക് നോക്കി. യാ സൈത്തൂൻ, എനിക്ക് എന്നിൽ നിന്നും അകന്നു പോകാൻ നീ ശ്രമിക്കുകയാണോ എൻ്റെ പ്രിയപ്പെട്ട സൈത്തൂൻ? നീ അങ്ങനെ? എനിക്ക് നീയല്ലേ എൻ്റെ ആദ്യത്തെ പെണ്ണ്. അതുകൊണ്ട് നീ എന്നിൽ നിന്നും നിന്നെ അകറ്റുവാൻ വേണ്ടി ശ്രമിക്കുന്നത്? സത്യമായിട്ടും എൻ്റെ പ്രിയപ്പെട്ട സൈത്തൂൻ, ഇന്ന് നിൻ്റെ കൂടെയായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്.
ശരിക്കും സെയ്ഫ് റബിയുടെ കണ്ണുകൾ നിറയുന്നത് ജെയ്ത്തുൻ ബീവി ശ്രദ്ധിച്ചു. റബ്ബേ, ഞാൻ അവൾക്ക് പാല് കൊടുത്ത് പറഞ്ഞയച്ചതാണ്. സെയ്ഫ് റബി ഇന്നിങ്ങോട്ട് വരും എന്ന് പറഞ്ഞപ്പോഴും അവൾ പറഞ്ഞത് ഇന്ന് ബീവിയുടെ ദിവസമല്ലേ എന്നായിരുന്നു. എന്നാൽ അത് ഞാൻ നിനക്ക് ദാനമായി നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവളുടെ മുഖം പുഞ്ചിരിക്കുന്നതും ഞാൻ കണ്ടു. സത്യമായിട്ടും എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സെയ്ഫ്. എന്താ എൻ്റെ ജെയ്ത്തൂൻ, നീ ഒന്ന് കിടക്കുന്നുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട, നീ ഒരുപാട് സമയമായല്ലോ ഇത്രയധികം എന്നെ എന്ത് നിനക്ക് വേണ്ടത്? നീ ഒന്ന് കിടക്കുന്നുണ്ടോ? ഒന്ന് കിടക്കട്ടെ, ഒരുപാട് ദീർഘയാത്രക്ക് ചെയ്തു വന്നതാണ്, ഒന്ന് ഉറങ്ങട്ടെന്ന് വിചാരിച്ചപ്പോൾ അവൾ ഓരോന്ന് പറയുന്നു. അല്പം അത് ബീവിയോട് സെയ്ഫ് റബി ദേഷ്യത്തോടെയാണത് പറഞ്ഞത്. എന്നാൽ ജെയ്ത്തൂൻ ബീവി അത് ഒരിക്കൽ പോലും അറബി തന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഇന്ന് എന്നോട് ദേഷ്യപ്പെട്ട് കണ്ടപ്പോൾ അവളുടെ മനസ്സ് വേദനിച്ചു. അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീര് അതാ സെയ്ഫ് അറബിയുടെ മുഖത്തെ കുറ്റി വീണു. എന്താ ബീവി, എന്ത് പറ്റി നിനക്ക്? സത്യമായിട്ടും ഇന്ന് ദൂരയാത്ര കഴിഞ്ഞ് വന്നതല്ലേ, ഞാൻ അല്പം എനിക്ക് ക്ഷീണമുണ്ട്. അതെ, നിൻ്റെ കൂടെ ഒന്ന് ഉറങ്ങണമെന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നീ എന്താ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് മോളെ? സത്യമായിട്ടും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവേ, ഞാൻ പറഞ്ഞല്ലോ അവൾക്ക് ഞാൻ എൻ്റെ ദിവസം കൊടുത്തു കഴിഞ്ഞു. എൻ്റെ ബീവി, ഞാൻ ഇന്ന് ടയേർഡാണ്. ഐ ഹാവ് എ ടയേർഡ്. എനിക്ക് നല്ല ക്ഷീണമുണ്ട് പെണ്ണെ, അതുകൊണ്ട് എനിക്ക് നല്ലൊരു ഉറക്കമാണ് ഞാനിപ്പോൾ ആവശ്യപ്പെടുന്നത്. ഒരു നിമിഷം ജെയ്ത്തൂൻ ബീവി എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. അതെ, പാവം എൻ്റെ അർബാവ്, അദ്ദേഹം നല്ല ക്ഷീണിതനാണെന്ന് പറഞ്ഞു. അതെ, ഫർസാനയുടെ അരികിലെത്തിയാൽ ക്ഷീണിച്ച് കിടക്കാൻ പറ്റില്ലല്ലോ, അതൊക്കെ എൻ്റെ അടുത്തല്ലേ നടക്കുള്ളൂ എന്ന് കരുതിയിട്ടായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വന്നത്. പാവം, എൻ്റെ അടുത്തേക്ക് ടയേർഡായി വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ പറഞ്ഞേക്കുന്നത് ഒട്ടും ശരിയല്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ട സെയ്ഫ്, അങ്ങ് ഉറങ്ങിക്കോളൂ. അങ്ങനെ അതാ ജെയ്ത്തൂൻ ബീവി അവർക്ക് ആയത്തുൽ കുർസിയെല്ലാം ഓതി കൊടുക്കുന്നു. അല്ലാ, പാവമാണ്, എൻ്റെ ആഗ്രഹമെല്ലാം നിറവേറ്റി തന്ന എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവാണ്. അല്ലാ, ഞാൻ ഒരിക്കലും കഷ്ടപ്പെടുത്തുന്നത് ശരിയല്ല. അല്ലാ, ഞാനൊന്നും ഉണ്ടായിട്ടല്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ തലയിലൂടെ അതാ ഓരോ ദിക്റുകളും സലാത്തുകളുമെല്ലാം ചൊല്ലി ഓതി കൊടുത്തു. അതെ, പെട്ടെന്ന് തന്നെ സെയ്ഫ് അറബി ജെയ്ത്തൂൻ ബീവിയെ നെഞ്ചോട് ചേർത്തു. അതെ, അവളുടെ നെഞ്ചിൽ മുഖമമർത്തിക്കൊണ്ട് സെയ്ഫ് അറബി ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു. ആ ഒരു നിമിഷം അത് കണ്ട അവൾ ഒരു നിമിഷം കരഞ്ഞുപോയി. റബ്ബേ, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് രണ്ടാമതൊരു വിവാഹം കഴിച്ചിട്ടും എന്നോടുള്ള സ്നേഹം അല്പം പോലും കുറഞ്ഞിട്ടില്ലല്ലോ. അത് എന്നോട് വീണ്ടും വീണ്ടും സ്നേഹം കൂടിക്കൂടി വരികയാണല്ലോ. പക്ഷേ ഞാൻ എന്ത് ചെയ്യും? ഫർസാൻ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോരാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ പാവം എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സെയ്ഫ് അതാ എൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മുടികളിലൂടെ അവൾ തലോടിക്കൊണ്ടിരുന്നു. എന്നാൽ ഈ സമയം ഫർസാന അവൾ ആ പാലുമായി കാത്തിരിക്കുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് അങ്ങോട്ട് വരും എന്ന് കരുതിയിട്ട്. പക്ഷെ വന്നില്ല. സമയമേറെ വൈകി. ഇനിയും വന്നില്ല. അവൾക്ക് ഉറക്കം വന്നു തുടങ്ങി. പാൽ തൊട്ടടുത്ത് മൂടി വെച്ച് കുഞ്ഞിൻ്റെ കൂടെ അവൾ കിടന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ജെയ്ത്തൂൻ ബീവിയുടെ നെഞ്ചിൽ നിന്ന് പതുക്കെ അർബാവ് തല ഉയർത്തി. ജെയ്ത്തൂൻ, ജെയ്ത്തൂൻ. അർബാവ്, എന്ത് പെട്ടെന്ന് ഉറങ്ങിപ്പോയത്? അറിയില്ലടി, ഇന്ന് ടയേർഡല്ലേ, ഇന്നൊരുപാട്. ജെയ്ത്തൂൻ ബീവിയെ വീണ്ടും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സെയ്ഫ് അറബി ഉറങ്ങുമ്പോൾ ഒരു നിമിഷം അദ്ദേഹത്തോട് ചെവിയിൽ പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവേ, അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നൊരു പെണ്ണുണ്ട് അപ്പുറത്ത്. എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ക്ഷീണം മാറിയെങ്കിൽ അങ്ങ് അവളുടെ അരികിലേക്ക് പോകണം. അതെ എൻ്റെ ജെയ്ത്തൂൻ, എനിക്കിന്ന് വയ്യ, ഞാൻ നിൻ്റെ കൂടെയാണ്. അവളെ കൂടുതൽ അദ്ദേഹത്തിൻ്റെ നെഞ്ചോട് ചേർത്ത് കൂടുതൽ അണച്ചു പിടിച്ചുകൊണ്ട്
അവിടെ തന്നെ അദ്ദേഹം കിടന്നുറങ്ങുകയായിരുന്നു. പക്ഷേ സൈത്തൂൻ ബീവിക്ക് നല്ല കുറ്റബോധമുണ്ട്. കാരണം ഞാനായിട്ട് പറഞ്ഞതാണ്. ഫർസാൻ ഒരിക്കൽ പോലും അത് പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞതാണ്. എൻ്റെ ദിവസം അതെ അത് നിനക്ക് തരാമെന്നുള്ളത് അതെ എൻ്റെ അത്യാഗ്രഹം കൊണ്ടാണ്. എനിക്ക് തോന്നി ഇനിയും പെട്ടെന്ന് കുഞ്ഞുങ്ങളുണ്ടാവണം. കുഞ്ഞുങ്ങളുണ്ടായാലല്ലേ ഈ കൊട്ടാരത്തിൽ കുഞ്ഞുങ്ങളുടെ ആ ഒരു ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കുള്ളൂ. അത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ്. അതെ, മോനുണ്ടായപ്പോൾ തന്നെ എന്തെന്നറിയില്ല, വല്ലാത്തൊരു ബർക്കത്താണ് ഇവിടെ. ഇനിയും കുഞ്ഞുങ്ങളുണ്ടായാൽ അത് കരുതിയിട്ടാണല്ല ഞാൻ അവരെ ഒരുമിപ്പിച്ച്. അല്ലാതെ എൻ്റെ ഭർത്താവിനോട് എനിക്ക് ദേഷ്യം ഉണ്ടായിട്ടോ ഒന്നുമല്ല. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഭർത്താവിനെ. അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ ഓരോന്ന് ആലോചിച്ചു. അതെ, പാവം എൻ്റെ സേഫ് എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ച് തന്ന മഹാമനുഷ്യനാണ് ഇദ്ദേഹം. എന്നാലും അവൾ അറബിയെ നെഞ്ചോട് ചേർത്ത് കിടന്നു. എന്നാൽ ഈ സമയം അതാ നമ്മുടെ ഷെഫി ഉസ്താദും സഹറ ബത്തൂലും അവരുടെ സന്തോഷകരമായ ലോകത്താണ്. അതെ, പ്രിയപ്പെട്ട നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന സഹറ ബത്തൂൽ. അതെ, അവളെ ഉസ്താദ് ഒരുപാട് സമയം നോക്കി നിന്നു. അതെ, പൊന്നുമോളെ, എന്താ, നമുക്ക് നാളെ ക്ലാസ് തുടങ്ങാട്ടോ. ഒരുപാട് ദിവസമായില്ലേ. അല്ല, നീ തീർച്ചയായും ഇൻഷാ അല്ലാ നാളെ തുടങ്ങിയാലോ. എവിടെ എത്തിയെന്ന് നിനക്ക് വല്ല ഓർമ്മയുണ്ടോ? എനിക്കറിയാം. എന്നാൽ ആ ഭാഗം പെട്ടെന്ന് തന്നെ അവൾ ഓതി കേൾപ്പിച്ചപ്പോൾ ശരിക്കും ഷെഫി ഉസ്താദ് അത്ഭുതപ്പെട്ടു പോയി. മാഷാ അല്ലാ, എൻ്റെ കുട്ടി, അല്ലാ, എൻ്റെ ബത്തൂൽ, എനിക്ക് അള്ളാഹു നൽകിയ നിധിയാണിത്. അതെ, ഈ ലോകത്ത് ഇതിനേക്കാൾ നല്ലൊരു ഭാര്യ എനിക്ക് ഉണ്ടാവില്ലായിരുന്നു. അതെ, പടച്ച റബ്ബിൻ്റെ പരീക്ഷണങ്ങളിൽ കുറച്ച് ഞാൻ പെട്ടു. എങ്കിലും അൽഹംദുലില്ലാ, എനിക്ക് നിന്നെപ്പോലെ ഒരു പെണ്ണിനെ കിട്ടി. മാഷാ അല്ലാ, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവേ, ഞാൻ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയുന്നില്ല. ബത്തൂൽ, അവളുടെ ആ മനോഹരമായ ചുണ്ടുകളിൽ കൂടെ അതാ ഉസ്താദ് കൈകൾ വെക്കുന്നു. ബത്തൂൽ, ഇനി അതിനെക്കുറിച്ച് പറയണ്ട കേട്ടോ. ഒരിക്കൽ പോലും ഞാനല്ല, അള്ളാഹു അല്ലേ അതെല്ലാം തന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവേ, അങ്ങ് പറഞ്ഞ ഒരുപാട് കാണാത്ത കാഴ്ചകൾ അതെ അന്ന് ഞാൻ മനസ്സിൽ കുറിച്ചിട്ടിരുന്നു. ഇപ്പോഴെനിക്ക് അത് കാണുവാനുള്ള ആഗ്രഹം നല്ല രീതിയിലുണ്ട്. അത് കേട്ടപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, ഇൻഷാ അല്ലാ മോളെ, നാളെ മുതൽ ഒരു ഹണിമൂൺ ട്രിപ്പ് പോകാം. എന്താ? ഷെഫി ഉസ്താദിനെ വീണ്ടും വീണ്ടും കെട്ടിപ്പിടിച്ച് അവൾ ചുംബിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, സത്യമായിട്ടും അങ്ങുള്ള ജീവിതം, അങ്ങയുടെ കൂടെയുള്ള ജീവിതം, അതാണ് എനിക്ക് ഈ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ മനോഹരമായത്. അതെ, എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഷെഫി ഉസ്താദിനെ അള്ളാഹു എനിക്ക് നൽകിയ ഭാഗ്യമാണ് കേട്ടോ. അതെ എൻ്റെ പെണ്ണെ, സത്യമായിട്ടും ഷെഫി ഉസ്താദ് കരയൊന്നുണ്ടായിരുന്നു. എന്ത് പറ്റി? എന്തെൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് പറ്റിയത്? അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ തോർത്തിക്കൊണ്ട് അവൾ പറഞ്ഞു, അറിയില്ല, എനിക്കറിയില്ല മോളെ, അറിയാതെ ഹൃദയം പൊട്ടിക്കരഞ്ഞു പോവാണ് ഞാൻ. എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവെ, അങ്ങ് എപ്പോഴും സന്തോഷത്തിലായിരിക്കണം. അങ്ങയുടെ കണ്ണുകൾ നിറയുന്നത് എനിക്ക് ഇഷ്ടമല്ല എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവെ. മോളെ സുഹറ, എന്തേക്ക? അത് നമ്മുടെ ജീവിതത്തിലേക്ക് മൂന്നാമത് ഒരാൾ വരണ്ടേ? എന്താ നിൻ്റെ അഭിപ്രായം? എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഷെഫി, അങ്ങയുടെ കുഞ്ഞിനെ സ്വീകരിക്കാൻ ഞാൻ എപ്പോഴും തയ്യാറാണ്. ഇൻഷാ അല്ലാ നമ്മുടെ ജീവിതത്തിലേക്ക് മൂന്നാമതൊരാൾ കടന്നു വരണം, അധികം വൈകാതെ കേട്ടോ. അത് കേട്ടപ്പോൾ സഹറ ബത്തൂൽ കരഞ്ഞുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട ഷെഫി ഉസ്താദിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട ഷെഫി, അതെ, എനിക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാവുമോ? എന്താ, തീർച്ചയായും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാണ്. അവനാണ് എല്ലാം തരുന്നത്. നീ മനസ്സറിഞ്ഞ് പടച്ച റബ്ബിനോട് ദുആ ചെയ്യ്. ഷെഫി ഉസ്താദും സഹറ ബത്തൂലും ഒന്നായി മാറുകയാണ് അവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ.
അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു കുഞ്ഞിനെ നൽകട്ടെ. ഷെഫി ഉസ്താദ് സഹിച്ച വേദനകൾക്കും യാതനകൾക്കും പകരമായിക്കൊണ്ട് സോലിഹായ ഒരു കുഞ്ഞിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.